പല്ലുള്ളത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിൽ അയക്കാത്തതെന്ന്? ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഷാകിൽമാരാർ കൊട്ടാരക്കര കോൺഗ്രസിൽ മത്സരിക്കാതിരുന്ന ഒരു കണക്കിന് നന്നായി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കി എനിക്ക് ഈ നാടിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞ പദവി ഇല്ലാതെ പ്രവർത്തിക്കും. ഇപ്പൊ പറയുന്ന പദവി വേണം. പദവി എന്ന് പറയുന്നു അധമന് പദവി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയണക്കാവൂ. എനിക്കറിയില്ല എന്റെ വിഷമം. വർഷപ്പെട്ട കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിൽ 3 മാസം മുമ്പ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയ ആളാണ്. ഉളുപ്പ് വേണ്ട. ഞാൻ ആരോ ഏട്ടാ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഞാൻ ഈ അധമനായ രാഹുൽ ഗാന്ധി ചോദിച്ചോണ്ട് നടന്ന താങ്കളാണ് പറയുന്നത്. തലച്ചോറ് നായിന്നാലേ പറഞ്ഞിട്ട് കാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് ഇടുന്ന അധമന് പദവി എന്ന് പറയുകയും കോൺഗ്രസ് കാൻഡിഡേറ്റ്ഷിപ്പ് ആഗ്രഹം ചെയ്യും. അഖിലിന്റെ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമല്ല, ആമാശയമാണെന്ന് പറയാണ്. കറക്റ്റാണ്. പറഞ്ഞുതരാം. അഖില് BJP, അഖില് 2020 ആയിരുന്നു. അഖില് സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ? അഖില് ഇതെല്ലാം പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ കരുണാകരൻ എന്ന് പറഞ്ഞു പോവല്ലേ ഇത് നിക്ക്. അഖിലേ, ഗാന്ധിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി ഒന്നും ബിഗ് ബോസിൽ പോയി രാഷ്ട്രീയക്കാരായതല്ല. ഞാൻ SI ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ സൗകര്യം നിലപാട് മാറ്റി പറഞ്ഞ് പണത്തിന്റെ പങ്ക് പറ്റാൻ കിട്ടാതെ വന്നപ്പോ വഴക്ക് കൂടി പുറത്തു വന്നു. ആഴ്ച പാർട്ടി മാറി. മഴക്കാർ മാറുമ്പോ മുന്നണി മാറുന്ന പരിപാടിയല്ല. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പൊ കാണും. സന്ദീപ് വാര്യർ ഏത് പാർട്ടിയിലായിരുന്നു? സന്ദീപ് വാര്യർ വന്ന് കോൺഗ്രസ് വന്നിട്ട് കോൺഗ്രസിൽ ഉറച്ചു നിന്നു. നിലപാടുണ്ട്, നിലപാടിൽ ഉറച്ചു. ഞാൻ ഏത് പാർട്ടിയിലായിരുന്നു? താങ്കൾ ഏത് പാർട്ടിയിലാണ് താങ്കൾക്കറിയോ? താങ്കൾ ഇപ്പൊ ഏത് പാർട്ടിയിലാണ്? താങ്കൾ ഏത് പാർട്ടിയാണ്? ജിൻഡോ പറയുന്നത് താങ്കൾ ഇപ്പൊ വേണമെങ്കിൽ മെസ്സേജ് ഇട്ട് ഞാൻ ഏത് പാർട്ടിയിലായിരുന്നു തിരിച്ചറിയാനാവാതെ സാർ മെന്റലി ഡിസോർഡർ ആണ്. ഏത് പാർട്ടിയിലാണ്? ഞാൻ എവിടുന്ന് മാറി വന്നു? ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെങ്കൂർണിക്ക ബ്രബത്തുൽ ഓഫ് ഡബിളോപതി എന്ന് പറയും. താങ്കൾ ഏത് പാർട്ടിയിലാണ്? ഏത് പാർട്ടിയിലാണ്? അറിയത്തില്ല. എന്നോട് ചോദിച്ചു. താങ്കൾക്ക് അറിയാത്ത കാര്യം താങ്കൾ എന്നോട് ചോദിച്ചു. ഞാൻ താങ്കളുടെ പാർട്ടി, താങ്കളുടെ ഐഡിയോളജി താങ്കൾക്ക് അറിയാതെ എന്നോട് ചോദിക്കുന്നു. ഒരു മിനിറ്റ്. താഴമില്ലാത്ത ഈ രാഹുൽ ഗാന്ധി പട്ടായെ പോയി ആഘോഷിച്ചോണ്ട് ഇടയ്ക്ക് കൂടെ ഇവിടെ പിള്ളേർ സമരം ചെയ്യുന്ന പറഞ്ഞ് വന്നു. രാഹുൽ പട്ടായെ പോയി അഖിൽമാരുടെ ശമ്പളം വെച്ചിട്ടോ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ. എന്നിട്ട് ചോദിക്ക്, നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിയോട് പോണോ? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. അച്ഛന്റെ പേര് രാജൻ എന്ന പേര് മാറ്റി കോട്ടാത്തല വെച്ചത് എന്താ? അച്ഛന്റെ പേര് മോശമായിട്ടാ? അഖിൽമാരാർ പേര് മാറ്റും, നിലപാട് മാറ്റി കളിക്കും. ബാക്കി ആൾക്കാരൊക്കെ ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിൽക്കണം. അച്ഛന്മാർ പേരിന്റെ ഭാഗത്ത് ഭർത്താവിന് അഖിൽമാർ അച്ഛന്റെ പേര് ഗുമ്മു വരാൻ മാരാണെന്ന് മാറ്റും. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ.